എന്നാൽ ഇവര് പട്ടാളത്തില് റിക്രൂട്ട്മെന്റ് പോയ കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു 2 മാസം മുമ്പേ അവര് റിട്ടേൺ ടെസ്റ്റിന് പോയപ്പോഴേ അറിഞ്ഞു. നീ ഇവിടെ ആരോട് പറയാഞ്ഞേ? ഒന്നുകളിയെന്ന് പറഞ്ഞ രവിയണ്ണ തോറ്റാൻ നാണക്കേടല്ലേ, ജയിക്കാൻ അവരെ തലക്കകത്തല്ലോ വേണ്ടേ. എപ്പോഴും എന്നെ എടുത്തിട്ട് അടിക്കാനേ അമ്മമാർക്ക് സമയമുള്ളൂ. അതൊക്കെ പോട്ടെ, അവന്മാരിപ്പോ എവിടെ പോയി? അമ്മമാര് പൊറഞ്ചുവിന്റെ വീട്ടിൽ പോയി. ഇന്നലെ എല്ലാരും ഫിസിക്കൽ ടെസ്റ്റ്. മമ്മൂസും രവിയണ്ണനും ഔട്ടായി, പൊറഞ്ചുവിന് മാത്രമേ കിട്ടിയുള്ളൂ. അതിന്റെ സന്തോഷ വാർത്ത പൊറഞ്ചുവിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ അമ്മമാര് പോയേക്കോണ്ട്. അത് ശരി, അവന്മാരിങ്ങ് വരട്ടെ, ആ രവിയെ മമ്മൂനെ ശരിക്കും ഒന്ന് കാണണം. തോറ്റതിന്റെ ചമ്മലുള്ളതുകൊണ്ട് 2-3 ദിവസം ഇനി അവന്മാർ ഇങ്ങോട്ടൊന്നും വരില്ലടി. എന്നാൽ ആ പൊറഞ്ചുവിന് എങ്ങനെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ കോളേജ് വരാൻ പറ്റുമല്ലോ, ഒരു ശല്യം പോയി കിട്ടും. അല്ലെങ്കിലും പൊറിഞ്ചുവിനെ ഇപ്പൊ കൊണ്ടതിനെ പറ്റി പറയാനേ സമയമുള്ളൂ. ആണോ? നിന്റെ ഈ മുടിഞ്ഞ സൗന്ദര്യം ഉണ്ടല്ലേ, നിനക്ക് ശാപമായിട്ട് വരും. ആയിക്കോട്ടെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ, കഴുനാക്കെടുത്ത് വളയ്ക്കല്ലേ. ദേ അവര് വരുന്നു. കുറിഞ്ചു കി ജയ്, ജയ് ജവാൻ. രവിയണ്ണ അളിയാ അവിടെ നിന്നോ, നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു. ആണുങ്ങളായ ഇങ്ങനെ വേണം. എങ്ങനെ വേണം? ഇങ്ങനെ. ഞങ്ങൾ അറിഞ്ഞു ത്രിമൂർത്തികൾ 3 കൂടി പട്ടാളത്തിൽ ചേരാൻ പോയതും അതിലൊരാൾക്ക് മാത്രം സെലക്ഷൻ കിട്ടിയതൊക്കെ. ബാക്കി 2 പേരും പട്ടി ചന്തയ്ക്കുന്ന പോലെ തിരിച്ചു വന്ന്. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? അവർക്ക് കിട്ടാത്തതൊന്നുമല്ല, അവർക്ക് മിലിറ്ററി ചേരാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്റെ അവിടെ കൂട്ടിന് വന്നു. എന്റെ സെലക്ഷൻ അവരെന്തൊക്കെ കാണിച്ചു, പക്ഷെ എന്റെ വീട്ടിലത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ അന്തം വിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് ആരും കളിയാക്കാനും വേണ്ട, ആരും ഇത്ര കഴിവില്ലാത്തവരൊന്നുമല്ല. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ചേട്ടന്മാരുടെ കഴിവൊക്കെ. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയാം, പക്ഷെ എന്നെ തല്ലരുത്. പറയണ കൂട്. വടത്തിൽ കൂടി മുകളിൽ കയറുന്ന ഒരു മത്സരമുണ്ട്, അതില് മമ്മു കയറി. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു. അവസാനം ഏണി കൊണ്ടുവച്ചാണ് മമ്മൂനെ ഇറക്കി. പിന്നെ രവിയണ്ണനെ ഒരു മാരത്തോൺ ഓട്ട മത്സരം ഉണ്ടായിരുന്നു. രവിയണ്ണൻ മാരത്തോൺ ഓട്ടം. അവസാനം അവിടെ ചെന്ന് തളർന്നു വീണു. പ്രഷർ കൂടിയോ? പ്രഷറിന്റെ ഒന്നുമല്ല, അത് പ്രായത്തിന്റെ. അവസാനം ഓട്ടോ വിളിച്ചാണ് രവിയണ്ണനെ കൊണ്ടുപോയത്. അപ്പോഴും ബോധമില്ല, ഇപ്പോഴും ഏകദേശം അതേ കണക്ക്. കാലൊക്കെ നീരടിച്ചല്ലോ അറിയണ. അതിന്ന് ഓടിയന്റെ ആയിരിക്കും. മുഖത്ത് നീര് വരുമ്പോളെ മിണ്ടാണ്ടിരുന്ന അതാ നല്ലത് കേട്ടോ. പക്ഷെ എന്തായാലും നാണക്കേടായി. അവിടെ പോയി ഇങ്ങനെയൊക്കെ ബോധം കെട്ട് വീഴ, മോളിൽ കയറി ഇരുന്ന് കരയാശ, എന്നാലും നാണക്കേടായി പോയല്ലേ. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. അല്ലെങ്കിലും സത്യം പറയാൻ പിടിക്കത്തില്ലല്ലോ ആർക്കും. അങ്ങനെ കൂടെ നടന്ന് കൂട്ടുകാരും കളി വെച്ചു. മതി, എല്ലാരടുത്തും കൂടെ പറയണം, ഒരാളുടെ കഴിവ് മറ്റൊരാളുടെ കഴിവ് കേടായിട്ട് കാണരുത്. യവന് സെലക്ഷൻ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ നിൽക്കുന്ന യവനും ഞാനും. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ പിരിയുന്നതിൽ എത്രമാത്രം സങ്കടം ഞങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിട്ടുപിരിയുന്നു? ആരാരും വിട്ടുപിരിയുന്നു? പിന്നെ പിരിയാണ്ട പട്ടാളപ്പണി നീ ഇവിടെ കിടന്നുണ്ടാക്കാൻ പോണ? നിനക്ക് ബോധം എപ്പോഴേ പോയാടേ. അപ്പോ പോണല്ലേ? പിന്നെ പോവാണ്ട് പോകാതിരിക്കാൻ പറ്റും? എന്താടാ ചുരുക്കി പറഞ്ഞ നമ്മൾ പിരിയാൻ പോകുന്നു. ഓക്കെ, പിരിയാം. എല്ലാരും നന്നായിട്ട് പഠിക്കണം. അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷകളാണ് നിങ്ങളൊക്കെ. എവിടെയാ പോവൂല്ലേ? പിന്നെ പോണ്ടേ? എവിടെ പോട്ടെ, എനിക്കെന്താ? ഞാൻ എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നേ? നിന്ന് പുറകെ പാടി. ബാഹുലിയൻ സാറേ, സാറേ, പൊന്നു സാറേ, എത്ര നേരം കിടന്ന് വിളിക്കണം. കഥക്കണ്ടല്ലോ. അയ്യോ, ഒന്ന് പോ സാറേ. നമ്മുടെ പൊറിഞ്ചുവിനെ പട്ടാളത്തിലെടുത്തു. പൊറിഞ്ചൂര് പട്ടാളത്തിലെടുത്തത് രാവിലെ തന്നെ പുള്ളടിക്കേ. സത്യം സാർ, ആ സെലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കൂടി 1ാം സ്ഥാനത്ത് നമ്മുടെ പൊറിഞ്ചുവാ. ഞാൻ പറഞ്ഞില്ല മിടുക്കൻ ചെറുക്കനാണെന്ന്. അത്രയല്ലേ വിളിക്കണമെന്നല്ല. ടീച്ചർ സന്തോഷിക്കണ. പിന്നെ സന്തോഷിക്കാതെ
ചിലർക്കൊക്കെ അവനെ പറ്റി ഭയങ്കര മോശാഭിപ്രായമായിരുന്നല്ലോ. അവനാണെ അതും പറഞ്ഞ് എപ്പോഴും എന്നോട് സങ്കടവും പറയായിരുന്നു. പാവം പയ്യൻ. അതും പറഞ്ഞ് ഞാൻ അവനെ എത്ര ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? അവന് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന്. സാറേ, അവൻ എന്റെ അനിയനെ പോലെ അടുത്തറിയുമ്പോഴേ അവന്റെ മനസ്സറിയാൻ പറ്റത്തുള്ളൂ. ടീച്ചർ ഇപ്പൊ പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ? ഇല്ല. അല്ല, അതാണല്ലോ ഒരു പുതിയ ട്രെൻഡ്. ആദ്യം ശിഷ്യൻ, പിന്നെ സഹോദരി, പിന്നെ സഹോദരൻ, പിന്നെ കാമുകൻ, പിന്നെ മുടിഞ്ഞ പ്രേമം. സാറിന് നിന്ന് തലയ്ക്ക് ഭ്രാന്തുണ്ടോ പരസ്പര ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? പരസ്പരം ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറല്ലായിരുന്നു തോന്നുന്നത്. എന്താ? ഒന്നുമില്ല. ടീച്ചറെ എന്നെ കുറിച്ച് അറിയാമോ? 2 പ്രാവശ്യം പട്ടാളത്തെ സെലക്ഷൻ കളഞ്ഞാൽ എന്തുകൊണ്ടാ ബോധമെന്ന് ചോദിച്ചേ? എന്താ കാര്യം? എനിക്ക് എന്റെ അമ്മയെ പിരിഞ്ഞേക്കാനാവില്ല. അല്ലെങ്കിലും സ്നേഹിക്കുന്നത് പിരിയാൻ കുട്ടിപ്പേണ്ട ആവശ്യം. എല്ലാ ദിവസവും കോളേജ് വരുന്നതും കാണുന്നതൊക്കെ അതുകൊണ്ടാണ്. ആരെ കാണുന്നത്? അല്ല, മൊത്തം കാണുന്നൊരു സംഭവം ഞാൻ പറഞ്ഞു. അല്ലാതെ പട്ടാളത്തിൽ പോയിട്ട് വെടികൊണ്ട് ചാകുമെന്നുള്ള പേടികൊണ്ടല്ല. എനിക്കെന്ത് പേടി? ഒരു പേടിയില്ല. മാതൃ രാജ്യത്തെ സ്നേഹിക്കാൻ എനിക്കായില്ല. അതുകൊണ്ട് മലയാള ഭാഷ പഠിച്ച് ഞാൻ മലയാള അധ്യാപകനായിട്ട് ജോലി നോക്കുന്നത്. അത് ചെറുക്കറിയോ? പിന്നെ അതെങ്കിലും നേരെ ചെയ്യാന്നോ? രണ്ടുപേരും കൂടെ മാറിയെന്നൊരു സംസാരം പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങൂടല്ലേ? അല്ല സാർ, ബാഹുലേൻ സാറിന് മിലിറ്ററി സെലക്ഷൻ കിട്ടിയിട്ടും പോകാത്തത് മാതൃഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പോവാത്തത് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഭാഗ്യം. പിന്നെ നമ്മളെ മലയാളം പിള്ളേരെ ദൗർഭാഗ്യവും. തമാശിക്കല്ലേ രണ്ടുപേരും കൂടി? രാജ്യപ്പെടാതെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്താ സാർ, നമ്മുടെ പ്രദീപിന് മിലിറ്ററിയിൽ സെലക്ഷൻ കിട്ടി. ഞാൻ എപ്പോഴും അറിഞ്ഞു മിടുക്കനാണ്, നല്ല കഴിവുള്ളവനാണ് അവൻ. കൂടെ 2 വായുക്കൾ പായല് എന്ത് കിട്ടാത്തത്? ചുക്കിനും ചുണ്ണാമ്പിനും അമാരെ കൊണ്ട് കൊണ്ടുപോരാ. അത്ര വലിയ മുഴുക്കണമെന്നില്ല. വല്ല ഭാഗ്യം കൊണ്ട് കിട്ടിയതായിരിക്കും. അസൂയ ആവാം അവനവന്റെ തരത്തിന്. ആയ കാലത്ത് പെണ്ണിട്ടെങ്കിൽ അവനെ പോലെ മിടുക്കനായ ഒരു ചെറുക്കം ഉണ്ടായിരുന്നു. മിടുക്കനാണെന്ന് പറയാൻ പറ്റൂല. ഇതല്ലേ ഞാൻ വയസ്സായാലും ആക്കിന് കുറവൊന്നുമില്ല കളവൻ. സാറേ, ഞാൻ പോട്ടെ. ഞാനും പോട്ടെ. ഇവിടെ പോണം. ക്ലാസ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാ ക്ലാസ് എടുക്കണം. ഇവിടെ വന്നാ